ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ കൊച്ചുമോളും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇതെല്ലാം കേട്ട് ശീതളും പറ്റിയിരിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മ തന്നെയാണോ എൻ്റെ ടീച്ചറമ്മ എന്നുള്ളൊരു സംശയത്തിലാണ് സ്വര എന്ന് പറയുമ്പം ഞാൻ തന്നെയാണ് എൻ്റെ മോളുടെ ടീച്ചറമ്മ. എന്തായാലും മോൾക്ക് ടീച്ചർ ക്ലാസ്സിൽ വെച്ച് പാടിത്തരുന്ന ഒരു പാട്ട് പാടിത്തന്നാൽ എൻ്റെ സ്വരമോളുടെ എല്ലാ സംശയവും മാറുമെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ ഒരു പാട്ട് പാടുകയാണ്. അപ്പം അത് കേട്ട് സ്വരമോളാണെങ്കിലോ ഇതെൻ്റെ അമ്മൂമ്മക്കിളി തന്നെയാണെന്നും പറഞ്ഞ് സുമിത്രയുടെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെ കൊച്ചുമോളും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടി ഓരോ വിശേഷങ്ങൾ പറയുമ്പോഴും എൻ്റെ മുത്തശ്ശി തന്നെയാണ് എൻ്റെ ടീച്ചറമ്മ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ടീച്ചറമ്മയോടൊപ്പം വന്ന് താമസിച്ചേനെ. അവിടെ എൻ്റെ അമ്മൂമ്മ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സ്വര ഇങ്ങനെ പറയുമ്പം പ്രേമയുടെ ദുഷ്ട സ്വഭാവമൊക്കെ നമ്മുടെ സുമിത്രയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ചില മനുഷ്യർ അങ്ങനെയാണ് മോളെ, ചിലരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അവരവരുടെ സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്വര മോളെ ആശ്വസിപ്പിക്കുകയാണ്. അല്ല, മോളുടെ അമ്മ എന്നാണ് മോളോടൊപ്പം വരുന്നതെന്ന് ചോദിക്കുമ്പം അമ്മക്ക് ചെറിയ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അമ്മുമ്മേ. എന്തായാലും അമ്മ ഉടനെ തന്നെ വരുമെന്നുള്ള കാര്യമൊക്കെ കുഞ്ഞു പറയുകയാണ്. ഇത് എൻ്റെ അമ്മൂമ്മയാണെന്ന് വിശ്വസിക്കാനേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്തായാലും അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ബലിയിടാൻ പോയ സമയത്തുണ്ടല്ലോ, അവിടെ വെച്ച് ഞാൻ ടീച്ചറമ്മയുടെ ഫോട്ടോ കണ്ടതാണ്. പക്ഷേ അമ്മൂമ്മയോട് ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടും അമ്മൂമ്മ പറഞ്ഞത് ഇത് മറ്റാരോടും പറയണ്ട, അച്ഛന് വിഷമമായാലോ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അച്ഛനോട് പോലും കാര്യങ്ങൾ പറയാതിരുന്നേന്നുള്ള കാര്യം സ്വരമോള് പറയുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ മനസ്സിലാക്കുകയാണ് എത്രമാത്രം പ്രേമ സത്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ആ ഒരു കാര്യം. അപ്പോഴും കുഞ്ഞിനോട് പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പം അച്ഛമ്മയുടെ ഒപ്പം തന്നെ ഇല്ലേ സ്വരമോള്. അതുകൊണ്ട് അച്ഛമ്മയും സ്വരമോളും അച്ഛനും അനുവും എല്ലാവരും കൂടി നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാമെന്നുള്ള കാര്യം പറയുമ്പം സ്വരമോൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയി കേട്ടോ. അപ്പം ശീതളും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെതാ അതൊക്കെ കഴിയുമ്പം വളരെ വിഷമിച്ച് നമ്മുടെ അനന്യ അവിടെ അങ്ങനെ ഇരിക്കുമ്പം പ്രേമ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ പ്രേമയെ കണ്ടതും അനന്യയാണെങ്കിൽ ഒരു ദേഷ്യഭാവത്തിൽ ഇരിക്കുമ്പം പ്രേമ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഈ അമ്മ ചെയ്തിട്ടുള്ളൂ. എന്തായാലും അനിരുദ്ധും നീയും തമ്മിലുള്ള ജീവിതം അത് നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യം അത് നിനക്കും എനിക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരുപാട് കാലം പിരിഞ്ഞ് താമസിച്ചത്. നീയൊന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ വയറ്റിലുണ്ടായ ആ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണക്കാരൻ കൂടി അനിരുദ്ധായിരുന്നു. എന്നിട്ടും നീ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും അവനെ നിന്റെ ജീവിതത്തിലേക്ക് കയറ്റി, അതും സ്വരമോൾ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തില്. പക്ഷേ സ്വരമോൾ എന്ന് പറഞ്ഞാലേ നിന്റെ അനിയന്റെ കുഞ്ഞാണ്. അതുകൊണ്ട് അവൻ ആ ഒരു കുഞ്ഞുമായിട്ട് പോവേണ്ട സമയത്ത് തന്നെയാണ് ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത്. ഇനി എന്തായാലും അനിരുദ്ധ് ജയിലിൽ കഴിയുന്ന പ്രതീക്ഷ തിരികെ വരുമ്പം അവന്റെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ കൊടുക്കുകയുള്ളൂ. അപ്പോഴും നീ അവിടെ ആരാകും? നിനക്കും അവനും തമ്മിൽ യാതൊരുവിധ പൊരുത്തവും ഇല്ല. ഇനി എൻ്റെ മോൾക്ക് പറ്റിയ നല്ലൊരു ബന്ധം അമ്മ തന്നെ കണ്ടുപിടിക്കാന്ന് പറയുമ്പം ഇതൊക്കെ കേട്ട് കലി പൂണ്ടിരിക്കുകയാണ് നമ്മുടെ അനന്യ പറയുന്നുണ്ട്, അതെ മമ്മി, ദയവ് ചെയ്ത് ഇനി എന്നെ സഹായിച്ചത് മതി, നിങ്ങൾ ഇനി നിങ്ങളുടെ കാര്യം തന്നെ നോയിക്കോന്ന് പറയാണ്. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ സിദ്ധുവും അതുപോലെ തന്നെ അനിരുദ്ധും കൂടി സംസാരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ശ്രീനിലയം അതെങ്ങനെയും തിരികെ പിടിക്കണം. പരമശിവൻ തന്നെ ചതിച്ച കഥകളെല്ലാം അനിരുദ്ധിന് മുന്നേ പറയുമ്പോഴത്തേക്കിനും അച്ഛൻ ഇതുപോലെയുള്ളൊരു ചതി അതെൻ്റെ അമ്മയോടും ചെയ്തായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അമ്മയും അച്ഛനും തമ്മിൽ പിരിയേണ്ടി വന്നത്. ഇനി ഒരിക്കലും അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, മോനെ, ശ്രീനിലയം എങ്ങനെയും വീണ്ടെടുക്കണം. അവിടെ നിന്റെ അമ്മയാണ് താമസിക്കേണ്ടത്. നിന്റെ അമ്മ ഒരു ദേവാലയം പോലെ കൊണ്ടു നടന്നതാണ് നമ്മുടെ ശ്രീനിലയം. ആ ശ്രീനിലയത്തിന്റെ വിളക്കായിരുന്നു അവള് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പം താൻ സുമിത്രയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നും തൻ്റെ മക്കളും അമ്മയും സുമിത്രയും ഒക്കെ ഒത്തുള്ള ഒരു സന്തോഷകരമായ ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധിന്റെ അടുത്ത് പറയുമ്പം അച്ഛന് വേണ്ടി അച്ഛൻ്റെ എന്ത് കാര്യത്തിനും ഈ മകൻ മുന്നിട്ട് ഇറങ്ങും. അങ്ങനെ ഒരു വാക്ക് നമ്മുടെ അനിരുദ്ധ് കൊടുക്കുകയാണ്. മോനെ, ഇത് മാത്രമല്ല,
ഇനി പരമശിവത്തെ എങ്ങനെ നേരിടണം, അതാണ് നമ്മൾ ഏറ്റവും അധികം ആലോചിക്കേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കോടതി മുഖേന അത് ഒരു കേസ് ഫയൽ ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ സിദ്ധാർത്ഥ് പറയുമ്പം അനിരുദ്ധും പറയുന്നുണ്ട്, ശരിയാണച്ചാ, എന്തായാലും എൻ്റെ വീട്ടുപടിക്കൽ വരെ വന്ന് അവർ വിഷയം ഉണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് അങ്ങേർക്ക് അത്യാവശ്യം ഗുണ്ടാബലമൊക്കെ ഉണ്ട്. ഇനിയിപ്പം നിയമപരമായി മാത്രമേ ഇവരെ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ എന്ത് കാര്യത്തിനും ഈ അനി അച്ഛനോടൊപ്പം ഉണ്ടാകും എന്നുള്ള വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ സിദ്ധുവിന് വലിയ സന്തോഷമായി. സിദ്ധു ആണെങ്കിൽ തന്റെ മകനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇനി തന്റെ പ്രതീക്ഷിന്റെ കാര്യങ്ങൾ കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന് ഭയങ്കര സമാധാനമായിട്ടൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ വിരക് നടക്കുന്ന പോലെ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പം സുമിത്ര അങ്ങോട്ട് ചെല്ലുകയാണ്. നിങ്ങൾക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ? എൻ്റെ മോളെ ഇവിടെ നിന്നും പറഞ്ഞയച്ചപ്പം അതിനുവേണ്ടി നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു. അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം ഓരോ നിമിഷവും ഞാൻ നീറിയാണ് കഴിയുന്നത് എന്നുള്ള കാര്യം സരസ്വതിയോട് പറയുമ്പം, എടി സമുദ്രേ, നീ എന്തിനാ ഇങ്ങനെ നീറി ജീവിക്കുന്നത്? അവൾ നീയും തമ്മിൽ എന്താ ബന്ധം? അവൾ നിന്റെ മകളാണോ എന്ന് ചോദിക്കുമ്പം, അതെ, അവൾ എൻ്റെ മകള് തന്നെയാണ്. എനിക്ക് എൻ്റെ രക്തത്തിൽ പിറന്ന മക്കളെക്കാട്ടിലും പ്രിയപ്പെട്ടത് എൻ്റെ പൂജ തന്നെയാണ്. അവളെ ഈ വീട്ടിൽ നിന്നും പടിയിറക്കിയത് അമ്മ ഒറ്റൊരുത്തിയാണ് എന്നുള്ള കാര്യം പറയുമ്പം സരസ്വതി അമ്മ പറയുകയാണ്, അതെ, എൻ്റെ മോനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ചെറിയ കളികളെല്ലാം അവൾ നടത്തി. അത് ബ്ലോക്ക് ചെയ്യേണ്ടത് ഒരമ്മ എന്നുള്ള നിലയിൽ എൻ്റെ കടമയല്ലേ, ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിന്നോടൊപ്പം അല്ല അവൾ താമസിക്കേണ്ടത്. അവളുടെ സ്വന്തക്കാരായിട്ടുള്ള രഞ്ജിതയോടും പങ്കജിന്റെയും ഒപ്പമൊക്കെയാണ് താമസിക്കേണ്ടത്. അതെനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കാന്നും പറഞ്ഞ് സരസ്വതി ദേഷ്യപ്പെടുമ്പം, അമ്മേ, നിങ്ങൾ ഒരു അഭയം തരുമോ എന്ന് ചോദിച്ച് എൻ്റെ വീട്ടുപടിക്കൽ വന്ന സമയത്ത് പൂജയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അച്ഛമ്മയെ തള്ളിക്കളയരുത്. എനിക്ക് മറ്റാരെക്കാട്ടിലും പ്രിയപ്പെട്ടത് എൻ്റെ അമ്മയാണ്. അമ്മ ഒരിക്കലും ഒരാളോടും ഒരു ദ്രോഹവും ചെയ്യരുത് എന്നുള്ള ആ ഒരു നിലപാടെടുത്തത് എൻ്റെ പൂജമോളാണ്. അങ്ങനെയുള്ള കൊച്ചിനെയാണ് നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പടിയിറക്കിയത് എന്നൊക്കെ പറഞ്ഞ് സുമിത്ര വായി വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സരസ്വതി ആണെങ്കിലും, ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്തോന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനന്യയാണ്. അപ്പം അനന്യ അങ്ങനെ ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയി. പ്രേമയാണെങ്കിലും ഇവരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇതൊന്നും അനന്യയുടെ തലയിലേക്ക് കയറുന്നില്ല. എടി, നിന്നോട് ഞാൻ പറഞ്ഞു, ജയിലിൽ നിന്ന് വന്ന പ്രതീഷ് അവൻ എന്തായാലും ജയിൽ വിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സ്വരമോളെ അവന്റെ കൈ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കിനും പിന്നെ നീ എന്തിനാണ് സ്വരമോളെ സങ്കടപ്പെടുത്തി സ്വരമോള് തന്നെ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയുന്നത്? അതുകൊണ്ട് എൻ്റെ മോള് അമ്മ പറയുന്ന കാര്യങ്ങൾ കേക്ക്. മോളെ, നിനക്ക് ഇതിനെക്കാട്ടിലും നല്ലൊരു ബന്ധം അത് അമ്മ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനന്യയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അനന്യയാണെങ്കിലോ തൻ്റെ സ്വരമോളെ ഉപേക്ഷിച്ച് തനിക്കൊരു ജീവിതം ഇല്ലെന്നും തൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അനിരുദ്ധ ബന്ധം പിരിയണമെന്നുള്ള കാര്യം പറയുകയല്ലേ ചെയ്തുള്ളൂ. നിയമപരമായി തങ്ങൾ വേർപിരിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പിരിയുന്ന സമയത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ എനിക്കുണ്ടെന്നും പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സുമിത്രയാണെങ്കിലോ തൻ്റെ മകനും മരുമകളും തമ്മിൽ നല്ലൊരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി അനിരുദ്ധിനെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ അനിയോട് ചോദിക്കുന്നുണ്ട്, മോനെ, നീയും അനന്യയും തമ്മിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത്? കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള രീതിയിൽ അനിരുദ്ധ് നോക്കുമ്പോഴത്തേക്കിനും, നീ പേടിക്കൊന്നും വേണ്ട, സ്വരമോൾ എന്തായാലും ഒരു കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ മോനും അതുപോലെ അനന്യയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. മോനെ, ജീവിതം ആകുമ്പോഴത്തേക്കിനും പല വിഷയങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. നിങ്ങൾക്കൊരു കുഞ്ഞില്ലേ, അവൾ നിങ്ങളുടെ സ്നേഹം കണ്ടല്ലേ വളരേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയാണ്. അപ്പൊ അനിരുദ്ധാണെങ്കിലോ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം സുമിത്രയോട് പറയാൻ ഒരുങ്ങി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കുടുംബവിളക്കിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്